ശ്രീ പ്രശാന്ത്, ഈ കേരളത്തിലെ BJP-ക്കാർക്ക് മുഴുവനൊരു സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക നിർദ്ദേശമാണ്. ഒരു മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. പാർട്ടി ഓഫീസുകൾ എന്ന് പറയുന്നത് ജനസേവന കേന്ദ്രമാകണം. ഇതൊരു വലിയ സന്ദേശമാണ് BJP-ക്ക് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സുരേഷ് ഗോപി പറഞ്ഞത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് BJP മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേരളം വളരെ നിഷ്പ്രയാസം കൈകളിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിയുടെ വിജയം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 2019 പരാജയത്തിന് ശേഷം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തിച്ചു. 24 വിജയം ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, വളരെ രസകരമായ കാര്യം. അതായത് തോറ്റു കഴിഞ്ഞിട്ട് നമ്മൾ തോറ്റാൽ തോറ്റത്, ജയിച്ചാൽ ജയിച്ചു, അല്ലാതെ പിന്നെ ശതമാനക്കണക്ക് പറയരുത്. അല്ലാതെ ഇത്ര ശതമാനം നമുക്ക് വോട്ട് വീതം ഉണ്ടായി, ഇത്രയിടത്ത് ഇത്ര ശതമാനമേ നമുക്ക് കുറഞ്ഞിട്ടുള്ളൂ, ആ കണക്കല്ല വേണ്ടത്. തോറ്റത് തോറ്റു, ജയിച്ചത് ജയിച്ചു, ആ തരത്തിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഇതൊരു വലിയ സന്ദേശമല്ലേ നൽകുന്നത്? വലിയ സന്ദേശമാണ്. കാരണം അദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയ കാര്യമുണ്ട് സാറ്. ഇപ്പം എല്ലാ പാർട്ടിക്കും പണ്ട് നമ്മൾ പരിശോധിക്കും, പണ്ട് പാർട്ടിക്ക് പാർട്ടി ഓഫീസുകളുണ്ടായിരുന്നു. പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ BJP-ക്കും ഒക്കെ എല്ലാവർക്കും ഇപ്പോഴും പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ടാവും. എന്നാലും സജീവമായിട്ട് പാർട്ടി ഓഫീസുകളുള്ളത് BJP-ക്കും എനിക്ക് തോന്നുന്നു CPM-നുമാണ്. താഴെ തട്ടി വരെ പാർട്ടി ഓഫീസ്, ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ നിർബന്ധമായിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടിയ കമ്മിറ്റികൾ കൂടാനും കൂടിയാലോചനകൾ പാർട്ടിയുമായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നടത്തുന്നതിന്. രണ്ടാമത്, ഏതവസരത്തിലും ഒരു പൊതുജനത്തിന് ചെന്നൊരു കാര്യം പറയാൻ, അതായത് പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ കാഴ്ചപ്പാട് പണ്ട് തൊട്ടേ വെച്ചിരുന്നത്. അത് എത്രത്തോളം പ്രാബല്യത്തിലാക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ തയ്യാറാവുന്നു എന്ന് എനിക്കറിയാം. ഏതായാലും ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ ആൾക്കാർ കയറി ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലൊക്കെ അവരതിനകത്ത് അത്യാവശ്യം ബന്ധപ്പെടുന്നുണ്ടാവും. കാരണം അവരുടെ പാർട്ടി സഖാക്കളായിരിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്ത് എത്രത്തോളം മെനക്കെടുന്നു എന്ന് നമുക്കറിയത്തില്ല. അപ്പം സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാ. അദ്ദേഹം അതിൻ്റെ അനുഭവസ്ഥനല്ലേ. അദ്ദേഹത്തെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, അദ്ദേഹത്തെ ജനം പലവട്ടം ഈ പറയുന്ന നമ്മളിപ്പം പല മാധ്യമങ്ങളും കാണിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ശൈലിയും കാര്യങ്ങളും മറ്റേത് മറിച്ചതും ഒക്കെ കാണിക്കുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതികളും ബോഡി ലാംഗ്വേജൊക്കെ ആദ്യമൊക്കെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോൾ, അദ്ദേഹത്തെ തിരിച്ചറിയാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തെ തിരസ്കരിച്ചു. ജനാധിപത്യമാണല്ലോ, അതിൻ്റെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് തിരസ്കരിക്കാം, നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവർ അതിനല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇതൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും കാണുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊടുത്തുകൊണ്ടാണ് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ എല്ലാവരും പ്രബുദ്ധരാരെയും ഏറ്റവും പ്രബുദ്ധരായിട്ട് ഉള്ള ആൾക്കാർ. കാരണം തൃശ്ശൂർ മണ്ഡലത്തെ പറ്റി അറിയാമല്ലോ, പ്രബുദ്ധമായിട്ടുള്ള പൊതുവെ മറ്റ് മേഖലകളിൽ നിന്നും അവിടുത്തെ ക്രിസ്ത്യാനികളും ബാക്കിയുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ലേ BJP സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അല്ലെങ്കിൽ എങ്ങനെ 76 വോട്ട് ജയിക്കുന്നേ? അവിടെ ക്രിസ്ത്യാനി വോട്ട് ചെയ്യാതെ ജയിക്കത്തില്ല സാർ. അവിടെ മുസ്ലിങ്ങളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും പരിശോധിക്കുമ്പോൾ. അപ്പം എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്? അപ്പോൾ അവർക്കാർക്കും BJP എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന വർഗീയ പാർട്ടിയൊന്നും അല്ലല്ലോ. BJP പറയുന്ന പാർട്ടി വർഗീയ പാർട്ടി ആവുന്ന എപ്പോഴാണ്? ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾ മത്സരിക്കുമ്പോൾ തോറ്റു പോകുമ്പോൾ ഇതിന് കാരണം പറയുന്ന BJP വർഗീയ പാർട്ടിയാണ്. അങ്ങനെ ഗോവയിൽ എങ്ങനെ 54% വരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട്, അരുണാചൽ പ്രദേശിൽ എങ്ങനെ BJP വരുന്നത്? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറയുന്ന വേറെ ജാതികൾ. ഇപ്പൊ UP പലയിടത്തും ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം ഉള്ളിടത്ത് BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നില്ല. ജനത്തിന് തിരിച്ചറിയാൻ സാധിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അവർ ഉൾക്കൊള്ളും, അവരുടെ ഭാഗമാണെന്ന് തോന്നുന്നു. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാർ ജയിക്കുന്നതല്ല, ജയിച്ചാൽ ഞാൻ ജയിക്കണം, BJPക്ക് MP വേണം, അത് ഞാനാണെങ്കിൽ മതി. സാറിന് പറഞ്ഞ് മനസ്സിലായത്? അല്ലെങ്കിൽ വേണ്ട. ഈ തീരുമാനമായിട്ട് നേതാക്കന്മാരെ നിൽക്കുന്നുണ്ടോ പലവട്ടം ജയിക്കാത്തേ? ജനങ്ങൾക്ക് താല്പര്യമുള്ള ജയിക്കുന്നവരെ കാൻഡിഡേറ്റ് ആക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ താല്പര്യമുള്ളവരെ മത്സരിപ്പിക്കുക, അപ്പോൾ അവർ ജയിപ്പിച്ചു തരും. അവരുടെ താല്പര്യങ്ങൾ ഇവർ സംരക്ഷിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് വളർച്ചയുണ്ടാവും. അങ്ങനെ ഇവിടെ എല്ലാ പാർട്ടികളും വളർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴും പല പാർട്ടികളും ലൈംലൈറ്റ് നിൽക്കാൻ സാധിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസിനും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ എത്ര ആരോപണം ഉണ്ടാകുമ്പോഴും അവർക്ക് നിൽക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ അവരുടെ പലയിടത്തും അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഈ ആരോപണം പറയുമ്പോഴും ജനത്തിന് അവരുടെ മുമ്പിൽ അവർക്ക് ബോധ്യപ്പെടുന്നത് ഈ ആരോപണമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും നേതാക്കന്മാർ ഞങ്ങൾക്ക് നമ്മുടെ താല്പര്യത്തിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ വീണ്ടും ഒരു ജയിച്ചു വരുന്നേ. അപ്പൊ ഈ ആരോപണമൊന്നും കാര്യമല്ല. ഇദ്ദേഹം പറഞ്ഞതാ ശരി. താല്പര്യമുള്ള ആൾക്കാരെ, ജനത്തിന് താല്പര്യമുള്ള ആൾക്കാരെ നിർത്തിക്കൊടുക്കുക, അവർ ജയിപ്പിച്ചു തരും.
അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ ഇടയിലുള്ള ആൾ ആവട്ടെ, ഈ പറഞ്ഞ തോറ്റെന്ന് സമ്മതിക്കുക, ജയിക്കാൻ വേണ്ടി പണി ചെയ്യും. കഴിഞ്ഞ ഈ ലോക്സഭയിൽ അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കുക. അദ്ദേഹം വാഗ്ദാനങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന് തന്നെ കഴിയുന്നുണ്ടാ? സ്വന്തം കയ്യിൽ നിന്ന് പൈസ, അദ്ദേഹം ജോലി ചെയ്യുന്ന കാശ്, അദ്ദേഹം ജോലി ചെയ്യുന്ന കാശില്ലേ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ തന്നെ ആ ജോലി ചെയ്യുന്ന കാശെടുത്ത് നാട്ടുകാരന് കൊടുക്കണമെങ്കിൽ അതിനൊരു മനസ്ഥിതി ഉണ്ടാവണമല്ലോ. ആ മനസ്ഥിതി ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ആർക്കാ? ഒരു ജനപ്രതിനിധിക്കാ. പറയുന്നുണ്ട്, ഞാൻ രാജ്യസഭ MP ആയിരുന്ന സമയത്തുണ്ടാ എനിക്ക് കിട്ടുന്ന മുഴുവൻ പണവും ഞാൻ മണ്ഡലത്തിലേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൂടെ എടുത്തിട്ടുള്ള ചെലവാക്കിയിട്ടുണ്ട്. കാരണം ഇത് തികയത്തില്ല. ഈ ഇദ്ദേഹം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണെന്ന് കണ്ടുകൊണ്ട് കണ്ടമാനം ആൾക്കാർ ചെല്ലും. മണ്ഡലത്തിന് വെളിയിൽ നിന്ന് ചെല്ലും. ഇദ്ദേഹം രാജ്യസഭ MP ആയതുകൊണ്ട് ഒരു മണ്ഡലം ഇല്ലായിരുന്നു. പുള്ളി ചെല്ലുന്നിടത്ത് ഒരു പ്രാവശ്യം ഒരു ആദിവാസി കോളനി ചെന്നപ്പോൾ പെണ്ണുങ്ങൾ വെള്ളം ചുമ്മിക്കൊണ്ട് പോകും. പുള്ളി ചോദിച്ചു എന്തോ കാര്യം, ഇവിടെ വെള്ളമില്ല, ആളിയാറ്റങ്ങൾ. അന്നേരം ഒരു മോട്ടർ വെച്ച് മേടിച്ച് കൊടുക്കും, എത്ര രൂപയാന്ന് ചോദിച്ചിട്ട്. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യമായിട്ട് ചെല്ലും. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഫണ്ട് കഴിയുമ്പോൾ പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്നെടുത്ത് ചിലവാക്കേണ്ടി. ഈ ശക്തൻ മാർക്കറ്റിനൊക്കെ 1 കോടി രൂപ പുള്ളി കയ്യിൽ നിന്നെടുത്താണ് ചിലവാക്കിയത് തൃശ്ശൂർ. അപ്പൊ ആ രീതിയിൽ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവിടെ മാത്രമല്ല, അവിടെ ആൾക്കാർ ഫയലിൽ കുടുങ്ങി കിടക്കുന്ന ഒരു രീതിയൊന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇല്ല. ഇല്ല. മാത്രമല്ല അദ്ദേഹം 5 കൊല്ലം കൊണ്ട് ഇവരാരും പഠിപ്പിക്കണ്ട, അദ്ദേഹം പണി ചെയ്തോടെ 75,000 പേരെ അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തു. സാറ് ഞാനിത് ഈ ഇടയ്ക്ക് അധികാരം വേണ്ടി തിരക്കിയപ്പോഴേ എനിക്കറിഞ്ഞു 75,000 പേരെ അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വോട്ടർ ലിസ്റ്റ് ചേർത്തു. ഇവിടുത്തെ എത്ര BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലും നിയമസഭ തെരഞ്ഞെടുപ്പിലും അവരുടെ കെയർ ഓഫിൽ എത്ര പേരെ വോട്ടർ ലിസ്റ്റ് ചേർത്തിട്ടുണ്ട്? സാറ് തിരക്കി നോക്കുക, സാറിന്റെ പ്രദേശം BJP ഉണ്ടാവുമല്ലോ. CPM ചേർക്കുന്നുണ്ട്, എനിക്കറിയാം. അതിനവർ ഈ കമ്മിറ്റി കൂടി ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ ചേർക്കുകയും ചെയ്യും. അവർ 100 പേരെ ചേർക്കാൻ പറയുമ്പോൾ 50 പേരെങ്കിലും ചേർക്കും. കോൺഗ്രസ് ചേർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, BJP ചേർക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടെ 5 കൊല്ലം കൊണ്ട് ഇന്നത്തെ 70,000 പേരെ വോട്ടർ ലിസ്റ്റിൽ ചേർത്തു. അതായത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏറ്റെടുത്ത പണി കൃത്യമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ അർഹതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ജയിച്ചത്. അതിൻ്റെ അർഹതയോടുകൂടി തന്നെ ഏതാണ്ട് 1 ലക്ഷം വോട്ടിന് അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പോലെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ പോലെയും അദ്ദേഹത്തിൻ്റെ കൂടെയും ആൾക്കാർ അംഗീകരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വരാമെങ്കിൽ BJPക്ക് കേരളത്തിൽ ജയിക്കുന്നതിന് പാടൊന്നുമില്ല. അതല്ല ഇത് ഈ പറഞ്ഞതുപോലെ വേറൊരു സംവിധാനമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നവരൊക്കെ കൊണ്ടുപോയാൽ ഇതെങ്ങനെ പോകത്തേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കുറേ കാലങ്ങൾ കൊണ്ട് BJP മറ്റ് 2 പാർട്ടികളും ഉള്ളതുപോലെ അതിൻ്റെ കൂടെ പോകത്തേ ഉള്ളൂ. അല്ലാതെ അധികാര സ്ഥാനങ്ങളിൽ വരണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരുമയോടുകൂടി ഇപ്പം ഈ ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും അല്ലെ ജനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ നിന്ന് അവർക്ക് പ്രാപ്തമായിട്ട് പാർട്ടിക്ക് വേണ്ടി പണി ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോയാലേ BJP എന്ന് പറയുന്ന കാര്യങ്ങൾ അധികാര സ്ഥാനത്ത്. അതിനിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു ഇവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ നയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. BJPക്ക് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പറയുന്നത് പോലെ ഇപ്പം തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം അവർക്ക് ഈ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകാമെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാം. മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പല വീടും പിടിക്കാം. ആ കോർപ്പറേഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ നിയമസഭ വരാം. ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് വീക്ഷണമില്ലെന്ന് പറയുന്നത് ഈ ഇവരുടെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് കൂടിയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇവിടുത്തെ MLA ഉണ്ടായിരുന്നു, BJP MLA നിയമമണ്ഡലത്തിൽ. അന്ന് അമിത്ഷാ അവരുടെയൊക്കെ ദീർഘവീക്ഷണം കൊണ്ടാണ് അവർ ഇന്ത്യ ഭരിക്കുന്നുള്ള കാര്യത്തിനകത്ത് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞു വന്നോളൂ സുരേഷ്. അന്ന് ഇവിടെ നിന്ന് കൂടിയിട്ട് ഇവിടെ വിളിച്ചിട്ട് അന്നേരം ആകപ്പാടെ പ്രതീക്ഷയുള്ള ഒരു പാലക്കാടുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത് പ്രതീക്ഷയുള്ളതെന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള പലവട്ടം പരിശോധിക്കുമ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്, 3-4 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്. എന്നാൽ മത്സര രംഗത്ത് വരുമ്പം ജയിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കോർപ്പറേഷൻ പിടിക്കും. അപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ അമിത്ഷാ അവിടുന്ന് വന്നിട്ട് ഇവിടെ വെച്ച ഒരു ഓപ്ഷൻ തോന്നുന്നു സാറിനറിയാം, രാജഗോപാലിനെ ഒരു വാർഡി മത്സരിപ്പിക്കണം. ഈ രാജഗോപാലിനെ മത്സരിപ്പിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ രാജഗോപാൽ ഇവിടെ ജയിച്ചത് എങ്ങനെ BJPയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം പൊതുസമ്മതനാണ്. അപ്പം അദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു മെസ്സേജും കൊടുക്കണ്ട. അടുത്ത മേയർ രാജഗോപാൽ, അദ്ദേഹം മേയർ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വേണമല്ലോ. അപ്പോൾ പലയിടത്തും കാൻഡിഡേറ്റ്സിന് ഈസിയായിട്ട് ജയിപ്പിക്കാൻ പറ്റും. ഈ രീതിയിൽ ആലോചിച്ച് നിങ്ങൾ ഇവിടെ ഒരു കോർപ്പറേഷൻ പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഭൂരിപക്ഷത്തിൽ വന്നാന്നുള്ള കോർപ്പറേഷൻ വരുന്നത്. അപ്പം നിങ്ങളുടെ കോർപ്പറേഷനിൽ നിങ്ങളുടെ കൗൺസിലർമാർ ബഹുഭൂരിപക്ഷത്തിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ട്.
അവിടെ ആ കോർപ്പറേഷനിലെ കൗൺസിലർമാർ പ്രവർത്തിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം നിയമസഭ 4 എണ്ണം പിടിക്കാം. എത്ര ദീർഘമായ വീക്ഷണമാണ് അന്ന് പറഞ്ഞു കൊടുത്താൽ അത് കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയാണ് ഒരു ഘട്ടത്തിൽ ഒന്നും അല്ലാതിരുന്ന UP 70 സീറ്റ് കൊണ്ടുപോയി 2014. പണി ചെയ്തിട്ട് ഇതിനകത്ത് കാരണം ഇദ്ദേഹത്തെ അന്ന് ഗുജറാത്തിലുണ്ടായ കേസിന് ജാമ്യം കൊടുത്ത പറഞ്ഞ് ഗുജറാത്തിൽ കയറില്ലെന്ന്. ഞാൻ എവിടെ നിൽക്കുമെന്ന് ചോദിച്ചു. BJP ചോദിച്ചു. ഞാൻ UP നിന്നോളാന്ന് പറഞ്ഞു. അന്ന് വരെ BJPക്ക് UP ഒന്നുമില്ല. അദ്ദേഹം ഒരു കൊല്ലം അവിടെ നിന്നപ്പോഴത്തേന് അടുത്ത 2014 ആദ്യമേ മോദി വരുന്നത്. അത്ഭുതപ്പെട്ടു പോയില്ലേ, 74 സീറ്റ് കൊണ്ടാണ് പുള്ളി വന്നത്. അതിൻ്റെ അറിയണമെങ്കിൽ അന്ന് വൈകിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ പത്രസമ്മേളനം കണ്ട ആളായിട്ട് പറഞ്ഞു, ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയെടുത്ത് ചോദിച്ചു, BJPയുടെ ചാർജുകാരൻ നിങ്ങളല്ലായിരുന്നോ, അപ്പം എത്ര സീറ്റ് കിട്ടും? ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തലേന്നാണോ അതിൻ്റെ എന്തായാലും കഴിഞ്ഞിട്ട് വോട്ടിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു 80 സീറ്റിൽ 75 സീറ്റിനകത്ത് കിട്ടും. അപ്പോൾ ഈ പത്രക്കാരെല്ലാം കൂടെ ഒറ്റ ചിരി. കാരണം അവിടെ ഒന്നും BJPക്ക് MP ഇല്ലല്ലോ. അപ്പം പത്രക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, അപ്പം നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണണം. അയാൾ പറഞ്ഞ സീറ്റിൽ നിന്ന് ഒരു സീറ്റ് പോലും പുറകോട്ട് പോയില്ല, അത്രയും തന്നെ കിട്ടി. അതാണ് അമിത്ഷാ. മനസ്സിലാകുന്നുണ്ട്? അത്രയ്ക്ക് ആ വർക്കത്രയ്ക്ക് പുള്ളിക്ക് ബോധ്യപ്പെട്ട് ചെയ്തിട്ടുണ്ടായിട്ടാണ് അത്രയും സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്നത്. അപ്പോൾ അത് ഈ ബോധ്യപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ BJPക്ക് കേരളം പോലും ബാലികേറാൻ വലയൊന്നും അല്ല.